സൂറ ഫുസ്സിലത്തിലെ 5 ആയത്തോടെ പഠിച്ചല്ലേ? കഴിഞ്ഞ 6 മുതലുള്ള ആയത്തിൽ നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فاستقيموا إليه واستغفروه وويل للمشركين الذين لا يؤتون الزكاة وهم بالآخرة هم كافرون. إن الذين لا يؤتون الزكاة إن الذين آمنوا وعملوا الصالحات لهم أجر غير ممنون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فاستقيموا إليه واستغفروه وويل للمشركين الذين لا يؤتون الزكاة وهم بالآخرة هم كافرون. إن الذين آمنوا وعملوا الصالحات لهم أجر غير ممنون. കഴിഞ്ഞ 5 വരെയുള്ള ആയത്തുകളിൽ വിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകതയും ഈ ഗ്രന്ഥം വളരെ ഖണ്ഡിതമായ നിയമസംഹിതകൾ അടങ്ങിയിട്ടുള്ളതും ശുദ്ധമായ അറബി ഭാഷയിലുള്ളതും കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർക്ക് വ്യക്തമായ തെളിവായിക്കൊണ്ട് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണെന്നും അതുപോലെ തന്നെ ബഷീറം നദീറ സന്തോഷവാർത്ത അറിയിക്കുന്നതും താക്കീത് നൽകുന്നതും അള്ളാഹുവിനെ അനുസരിക്കുകയും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുകയും പ്രവാചകനെ പിൻപറ്റുകയും ചെയ്തവർക്കുള്ള സന്തോഷവാർത്ത, പ്രവാചകനെ ധിക്കരിക്കുകയും അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുകയും ദീനിന്റെ നിയമങ്ങൾക്ക് വില കൽപ്പിക്കാതെ ജീവിക്കുകയും ചെയ്തവർക്കുള്ള താക്കീതും. എന്നാൽ ഒരുപാട് ആളുകൾ, മിക്ക ആളുകളും എന്താണ് ഈ ഖുർആനിൽ നിന്ന് തിരിഞ്ഞു കളയുകയാണ്. അവർ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുന്നില്ല. മാത്രമല്ല അവർ പറയുകയും ചെയ്തു, വഖാലു 5-ാമത്തെ ആയത്ത് പറഞ്ഞിട്ടുള്ളത് ഖുലൂബുനാ ഫീ അകിന്നത്തിൻ മിമ്മാ തദഊനാ ഇലൈഹി വഫീ ആദാനിനാ വഖറുൻ വമിൻ ബൈനിനാ വബൈനിക ഹിജാബുൻ ഫഅമൽ ഇന്നനാ ആമിലൂൻ. വളരെ അഹങ്കാരത്തോടു കൂടിയുള്ള സംസാരം. എന്താണ്? അവർ മുസ്ലിംകൾ പറഞ്ഞു, മുഹമ്മദേ, നീ യാതൊന്നിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുന്നുവോ അതിനെക്കുറിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങൾ മൂടിയിലാണുള്ളത്. അവരെന്നെ പറയുന്നു. മാത്രമല്ല ഞങ്ങളുടെ കാതുകളിൽ ഒരുതരം കട്ടിയുണ്ട്. ഞങ്ങളുടെ നിന്റെയും ഇടയിൽ യോജിക്കാത്ത വിധം ഒരു മറയുമുണ്ട്. ആകയാൽ നീ കണ്ടത് നീ പ്രവർത്തിച്ചോ, നിശ്ചയം ഞങ്ങൾ കണ്ടത് ഞങ്ങൾ പ്രവർത്തിക്കുന്നതാണ്. പൂർണ്ണമായ നിഷേധത്തിന്റെ വാക്കാണ്. അവരെ കുറിച്ച് തന്നെയാണ് സൂറത്ത് അൽ-ബഖറ അല്ലാഹു പറഞ്ഞത്, സുമ്മൻ ബുക്മുൻ ഉമ്യുൻ ഫഹും ലാ യർജിഊൻ.
അന്ധന്മാർ, ബധിരന്മാർ, മൂകന്മാർ, സത്യത്തിലേക്ക് അവർ മടങ്ങുകയില്ല. അപ്പൊ ഈ ഖുർആൻ അത്ര നല്ല ഗ്രന്ഥമായിട്ടും കിതാബുൻ ഫുസ്സിലത് ആയ കൃത്യമായി വിവരിക്കപ്പെട്ട ഗ്രന്ഥമായിട്ടും വലിയൊരു വിഭാഗം ആളുകൾ എന്താണ് ഇതിന്റെ താക്കീതുകളിൽ നിന്നും ഇതിന്റെ സന്ദേശങ്ങളിൽ നിന്നും തിരിഞ്ഞു കളയുന്നവരാണ്. അവരാകട്ടെ അഹങ്കാരത്തോടു കൂടി അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ആളുകൾ അവിടെ എന്താണ് നബിസ്വല്ലാഹുവിനോട് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്? അതാണ് അടുത്ത നമ്മൾ ഓതിയായത്. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും. നബിയെ പറയുക, ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാകും. യൂഹാ ഇലയ്യ, എന്നിലേക്ക് അല്ലാഹു വഹീ നൽകിയെന്നുള്ള മാത്രം എന്റെ പ്രത്യേകത. ഈ ഖുർആനെ കുറിച്ച് പറയുന്ന നിഷേധത്തിന്റെയും പരിഹാസത്തിന്റെയും വിഷയം പറയുന്ന വേറെ ആയത്തുകളൊക്കെ അല്ലാഹു പറയുന്നുണ്ട്. മൊത്തത്തിൽ ലഭിക്കും അല്ലേ? അതുപോലെ ഈമാൻ, എന്താണ് കിതാബെന്നോ ഈമാനെന്നോ മുഹമ്മദ് നബിയെ താങ്കൾക്ക് അറിയില്ലായിരുന്നു. മുമ്പ് വലിയ ഒരു വായനക്കാരനോ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനോ ഒന്നും ആയിരുന്നില്ല പ്രവാചകൻ. വായിക്കാൻ അറിയാത്ത സാധാരണക്കാരനായ മനുഷ്യൻ, പക്ഷെ സത്യസന്ധനാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് പറഞ്ഞിട്ടില്ല എന്ന് ശത്രുക്കൾ പോലും, അബൂ സുഫിയാൻ ഹിറക്കലിനോട് പോലും പറഞ്ഞെന്താണ്? കളവ് അദ്ദേഹം പറയാറില്ല. അതിന് ഹിറക്കൽ തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്. 40 കൊല്ലം കളവ് പറയാത്ത, സാധാരണ കച്ചവടത്തിലോ കൃഷിയിലോ ഇടപാട് കളവ് പറയാത്ത ഒരാള് പെട്ടെന്നൊരു ദിവസം ദൈവത്തിന്റെ പേരിൽ കളവ് പറയുകയും അയാൾക്ക് കുറെ അനുയായികൾ ഉണ്ടാവുകയും ആ അനുയായികളൊക്കെ സാധാരണക്കാരാവുകയും അവരൊരിക്കലും ദീനിൽ നിന്ന് തിരിഞ്ഞു കളയാതിരിക്കുകയും ചെയ്ത അവസ്ഥ എങ്ങനെ ഉണ്ടാവും എന്ന് ഹിറക്കൽ തിരിച്ചു ചോദിച്ചിട്ടില്ല. പക്ഷെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനായിരുന്നു. അത്ഭുതങ്ങൾ കാണിക്കാൻ വേണ്ടി വന്ന ആളല്ല. ഞങ്ങൾക്ക് ആകാശത്ത് നിന്ന് ഒരു ഗ്രന്ഥങ്ങളെ ഇറക്കി കാണിച്ചു തരണം. അങ്ങനെ ഒരു കയറുമൽ കെട്ടിയിട്ട് ആകാശത്തിന്റെ ഒരു പീസ്, ഒരു കഷ്ണം താഴേക്ക് ഇങ്ങനെ വീഴ്ത്തി കാണിച്ചു തരണം. മക്കയുടെ മരുഭൂമിയിൽ നിന്ന് പെട്ടെന്നൊരു ഉറവ നീ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് കാണിച്ചു തരണം. അതുപോലെ നീ ആകാശത്തേക്ക് കയറി പോകുന്ന ഞങ്ങൾ കാണണം. അപ്പൊ അതിനുള്ള മറുപടിയായിട്ട് പ്രവാചകൻ പറയുന്നുണ്ട്, ഖുൽ സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറൻ റസൂല. സുബ്ഹാന റബ്ബി, എന്റെ റബ്ബ് എത്ര പരിശുദ്ധൻ, ഞാനൊരു സാധാരണ മനുഷ്യനായ റസൂലാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ദിവ്യത്വം വാദിക്കാവുന്ന ആളല്ല. ആണ് ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും. പറയുക, ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യരാണ്. ചില ആളുകൾ പറയാറുണ്ട് പ്രവാചകനെ സാധാരണ മനുഷ്യരാക്കി. അത് ഖുർആൻ പറഞ്ഞാണ്. പക്ഷെ ആ സാധാരണ മനുഷ്യൻ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്തല്ല? ഒരു പ്രത്യേകത ഇല്ലാത്ത ആളെന്നല്ല. തൊട്ടടുത്ത് തന്നെ പറഞ്ഞു യൂഹാ ഇലയ്യ, എന്നിലേക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു. അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ആരാധ്യൻ, നിങ്ങളുടെ ദൈവം ഏക ദൈവമായ അല്ലാഹു ആകുന്നു. ഫസ്തഖീമു ഇലൈഹി വസ്തഗ്ഫിറൂ, നിങ്ങൾ ആ റബ്ബിലേക്ക് ചൊവ്വായി നിലകൊള്ളുകയും നിങ്ങളുടെ വീഴ്ചകൾക്ക് നിങ്ങൾ അവരോട് പൊറുക്കലിനെ തേടുകയും ചെയ്യുക. വവൈലുൽ ലിൽ മുശ്രിക്കീൻ, ബഹുദൈവാരാധകർക്ക് നാശം. ഇവിടെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന്റെ അടിസ്ഥാന കാര്യം അത് അള്ളാഹുവിനെ ഏകനാക്കണം. ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ വലിപ്പത്തിനെ പറയാൻ വേണ്ടിയല്ല വന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു വിവാഹം നടക്കുന്നില്ല അല്ലെ? ഏത് കോലത്തിലാണ്, കൊന്നതാണോ മരിച്ചാണോ അല്ലാഹു അലം. ഏതായാലും ആ മനുഷ്യനെ ഒരു ആദൈവമാക്കാനുള്ള പ്ലാനായിരുന്നു. വെറുതെ എന്താണ് ഓരോ ആദൈവങ്ങൾ ഇങ്ങനെ പൊട്ടിമുറിച്ചുകൊണ്ടിരിക്കുകയാണ്. സമാധിയായി, അതെങ്ങനെയായി, ഇങ്ങനെയായി എന്ന് പറഞ്ഞു. ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ ഡേറ്റ് ഓഫ് ഡെത്തും ഒക്കെ ഉള്ള ആളുകൾ അവർ ആദൈവങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് മരിച്ചത്, ഇങ്ങനെയാണ് മരിച്ചത്, അങ്ങനെ ഭയങ്കര പ്രത്യേകത ഉണ്ട്.
അത് ആ സമുദായത്തിൽ മാത്രമല്ല നമ്മുടെ സമുദായത്തിലുണ്ട്. ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കണം എന്ന് പഠിപ്പിച്ച ഈ ദീനിൽ എത്ര ആദയങ്ങളും ജാലങ്ങളും ഓരോ ദിവസവും ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. അവരെ കളിയാക്കാൻ നമുക്ക് എന്താ അർഹതയുള്ളത്? നമ്മുടെ സമുദായത്തിന്റെ കാര്യം നോക്കണ്ടേ? അവർക്കാണെങ്കിൽ ഒരു വേദന എന്നില്ല, കൃത്യമായിട്ടൊരു ദൈവികമായ ബോധനമില്ല. നമുക്ക് ഖുർആനും വ്യക്തമായ സുന്നത്തും നമ്മുടെ മുന്നിൽ പകൽ വെളിച്ചം പോലെ ഉണ്ടായിട്ട് എന്ത് ചെയ്യാണ്? ഓരോ മുക്കിലും ഇങ്ങനെ ആദയങ്ങൾ പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെന്താണ് നമ്മളെ സമാധാനം, നമ്മളെ ഉമ്മത്തിന്റെ സമാധാനം പറയാൻ തയ്യാറാവുക, മറ്റുള്ളവരുടെ കാര്യത്തിലല്ല. അവിടെയാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയം. നമ്മൾ വെള്ളിയാഴ്ച ഓതുന്ന അൽ-കഹ്ഫ് സൂറത്തിലും അവസാനം പറയുന്നതാണ് എന്താണ്? കുല്ലിന്നമാന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ് ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബി അഹദാ. അല്ലാഹുവിന്റെ ഭയങ്കരമായ മഹത്വം പറഞ്ഞ ശേഷം ഈ സമുദ്രം മുഴുവൻ മഷിയും മരങ്ങളൊക്കെ പേനയുമായി മാറിയാലും അള്ളാഹുവിന്റെ കലിമാത്തുകൾ അവസാനിക്കയില്ല എന്നൊക്കെ പറഞ്ഞതിന്റെ കൂടെയാണ് പറയുന്നത്. പ്രവാചകൻ എപ്പോഴും അവിടുത്തെ എന്താണ് വിനയത്തോടു കൂടി ഒരു സാധാരണ മനുഷ്യനായിക്കൊണ്ട് ജനങ്ങളുടെ ഇറങ്ങി നടന്നുകൊണ്ട് ആട് മേച്ച ആളും കച്ചവടം ചെയ്ത ആളും വീട്ടുകാര്യങ്ങൾക്ക് സഹായിക്കുന്ന ആളും വിശക്കുന്ന വേദനിക്കുന്ന മനുഷ്യരെ പോലെ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന, ടെൻഷൻ ഉണ്ടാകുന്ന, സന്തോഷം ഉണ്ടാകുന്ന, ചിരിക്കുന്ന, ജനങ്ങളുടെ എല്ലാ വികാരങ്ങളും പങ്കെടുക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ. അതോടൊപ്പം സത്യസന്ധതയും ധീരതയും അമാനത്തും കൃത്യമായി കൊണ്ട് ആ സമുദായത്തിന് മുന്നിൽ പകൽ വെളിച്ചം പോലെ തുറന്നു വെക്കപ്പെട്ട പുസ്തകം പോലെ 40 വർഷത്തെ പരിശുദ്ധമായ ജീവിതം. അവിടുന്ന് പ്രഖ്യാപിച്ച അടിസ്ഥാന വിഷയം ഇന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്. പറയുന്നുണ്ട് എന്താണ്? ഞാനൊരു പുത്തൻ ആശയക്കാരനായ ഒന്ന് പ്രവാചകനല്ല, മുമ്പുള്ള എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ വിഷയം തന്നെയാണ്. അള്ളാഹു പറയാണ്, മുമ്പുള്ള എല്ലാ പ്രവാചകന്മാരും ഞാൻ അയച്ചത് അള്ളാഹു അല്ലാതെ ഇലാഹില്ല, അവനെ മാത്രം ആരാധിക്കണമെന്ന് പറയാം. അപ്പൊ ഇനി രണ്ടാമത്തെ വിഷയം എന്താണ്? നിഷേധികളോടുള്ള നിലപാടെന്താ? ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന്റെ ഒട്ടുമുള്ള ആയത്തിൽ പറഞ്ഞത് വ്യക്തമായ നിഷേധമാണ്. മുഹമ്മദ്, നീ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവില്ല, നീ പറയുന്നത് കേൾക്കാത്ത രൂപത്തിൽ ഞങ്ങൾ ചെവിയിൽ അതിന്റെ അടപ്പെട്ടാണ് അവരുടെ പറയുന്നത്. എന്റെയും നിന്റെയും ഞങ്ങളുടെ ഇടയിൽ യോജിക്കാത്ത മറയുണ്ട്, നീ നിനക്ക് തോന്നിയത് ചെയ്തോ, ഞങ്ങൾക്ക് തോന്നിയതും ചെയ്യാം എന്ന് പറയാണ്. അവിടെയും ഒരു പ്രബോധകന് ചെയ്യാനുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്ന അനുധാവനം ചെയ്യുന്ന പ്രബോധകന് ചെയ്യാനുള്ള എന്താണ്? അവരെ തിരിച്ച് തെറി വിളിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അവരോട് അധികമായി തർക്കിച്ച് നമ്മൾ നമ്മുടെ സമയം കളയുകയും പ്രഷർ കൂട്ടുകയും നമ്മുടെ വളരെ മറ്റാളുകളിലേക്ക് ദീനെത്തിക്കാൻ പറ്റുന്ന സമയങ്ങളെല്ലാം അത്തരം ആളുകൾ കൂടെ എന്ത് ചെയ്യേണ്ടതില്ല, വേസ്റ്റ് ആക്കേണ്ടതില്ല. അവരോട് പ്രഖ്യാപിക്കാനുള്ളതാണ്. ഞങ്ങള് സാധാരണ മനുഷ്യന്മാരാണ്, ഞങ്ങൾ ദിവ്യത്വം വാദിക്കാമെന്ന ആളുകളൊന്നുമല്ല. ഞങ്ങൾ നിങ്ങളുടെയും ഞങ്ങളുടെയും സൃഷ്ടാവായ ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹനെ മാത്രം ആരാധിക്കണമെന്ന കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളൂ. വേണ്ടവർക്ക് എടുക്കാം, അല്ലാത്തവർക്ക് ഉപേക്ഷിക്കാം. ഉപേക്ഷിച്ചവർക്കുള്ള ശിക്ഷയെക്കുറിച്ചും സ്വീകരിച്ചവർക്കുള്ള പ്രതിഫലത്തെക്കുറിച്ചും വ്യക്തമായിട്ട് ഖുർആൻ പറയുന്നുണ്ട്. ഇലാഹും വാഹിദുൻ ഫസ്തഖീമു ഇലൈഹി വസ്തഗ്ഫിറൂ. അത് അവരോടും പറയാണ്, നമ്മളോടും പറയാം. ഫസ്തഖീമു ഇലൈഹി, അള്ളാഹുവിലേക്ക് നേരെ ചൊവ്വെ നിലകൊള്ളുക. ഒരു നിഗൂഢതകളുമില്ല, ഒരു മറയുമില്ല. ചിലർക്ക് മനസ്സിലാകുന്നതും ചിലർക്ക് മനസ്സിലാകാത്തതും വിശദീകരിക്കാൻ കഴിയാത്തതും അങ്ങനത്തെ നിഗൂഢതകളൊന്നും ഈ മതത്തിലില്ല. എന്താണ്? വ്യക്തമായ തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലിക്. വ്യക്തമായ പകൽ വെളിച്ചം പോലെ പ്രശോഭിതമായ ഒരു പാതയിലാണ് ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചു പോകുന്നത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, പ്രവാചകനെ അനുധാവനം ചെയ്യുക.
അള്ളാഹുവിനെ അതിന് പങ്കു ചേർക്കാതിരിക്കുക, അള്ളാഹുവിനെ ആരാധിക്കുന്നത് പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ആരാധിക്കുക. വളരെ വ്യക്തമാണ്. അതുപോലെ ജീവിതത്തിന്റെ ഏത് മേഖലയിലും എങ്ങനെ കച്ചവടം ചെയ്യണം, എങ്ങനെ ബിസിനസ് ചെയ്യണം, എങ്ങനെ കൃഷി ചെയ്യണം, എങ്ങനെ കുടുംബജീവൻ നയിക്കണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ സമ്പാദിക്കണം, എങ്ങനെ ചെലവഴിക്കണം, എല്ലാ മേഖലയിലും നിങ്ങൾ അള്ളാഹുവിലേക്കുള്ള ആ മാർഗത്തിൽ നേരെ ചൊവ്വ നിലകൊള്ളുക. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا فلا خوف عليهم ولا هم يحزنون. മറ്റൊരായത്തിൽ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. ഞങ്ങൾ റബ്ബ് അല്ലാഹുവാണെന്ന് പ്രഖ്യാപിക്കുകയും ആ മാർഗത്തിൽ നേരെ ചൊവ്വ നിലകൊള്ളുകയും ചെയ്യുന്ന ആളുകൾ അവർക്ക് യാതൊന്നും പേടിക്കാനില്ല, ഒന്നും ഭയപ്പെടാനില്ല. അവരെല്ലാ കാര്യങ്ങളും അല്ലാഹു വരവേൽപ്പിച്ച ആളുകളാണ്. മാത്രമല്ല അവര് മരണസമയത്ത് മലക്കുകൾ അവരുടെ അടുക്കിലേക്ക് ഇറങ്ങി വരികയാണ്. എല്ലാവരും ബേജാറാകുന്ന സമയത്ത് അവർക്ക് ആശ്വാസവും സന്തോഷ വാർത്തയുമാണ്. അവർ പറയണത്, ഇതാ ഞങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരാണ്, ദുനിയാവിൽ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, നന്മയിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം സംരക്ഷണം നൽകിക്കൊണ്ട് എല്ലാ നിലക്കും മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ മലക്കുകൾ പിന്തുണ നൽകിയതുപോലെ മരണസമയത്ത് റഹ്മത്തിന്റെ മലക്കുകൾ അവരോട് സ്വർഗീയമായ സന്തോഷ വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഖുൽ ആമൻതു ബില്ലാഹ് സുമ്മ ഇസ്തഖീം. ഇസ്ലാമിൽ ഒരു ചുരുങ്ങിയ ഒരു ഉപദേശം എനിക്ക് നൽകണമെന്ന് പറഞ്ഞ സഹാബയോട് റസൂലുള്ളാഹി പറഞ്ഞാണ്, എന്താണ്? ഖുൽ ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നീ പറയുക. സുമ്മ ഇസ്തഖീം, നേരെ ചൊവ്വ നിലകൊള്ളുക. ചാഞ്ചാട്ടം പാടില്ല. എന്തെങ്കിലും സംശയം വരുമ്പോൾ തൗഹീദിൽ സംശയം, വിശ്വാസത്തിൽ സംശയം, അള്ളാഹുവിന്റെ ദീനിൽ സംശയം. അപ്പൊ എന്തായിരുന്നു റസൂൽ അങ്ങനെ പറയാൻ കാരണം? നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ വിശദീകരിക്കാൻ കഴിയാത്ത എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴേക്ക്, നമ്മുടെ ചെറിയ ബുദ്ധിയിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത എന്തെങ്കിലും കാണുമ്പോഴേക്ക് അവിടെ സംശയം. പഠിക്കാൻ വേണ്ടിയുള്ള സംശയത്തെ കുറിച്ചല്ല, പക്ഷെ എന്താണ്? ആമനു വഅമിലു സ്വാലിഹാത്ത് സുമ്മ ലം യർതാബു എന്ന് പറഞ്ഞു അല്ലെ? ഒരു സംശയം തീരാത്ത അവസ്ഥ മുന്നിൽ ഉണ്ടാകാൻ പാടില്ല. ഈമാൻ ദൃഢമായിരിക്കണം. ഖുൽ ആമൻതു ബില്ലാഹി സുമ്മ ഇസ്തഖീം. എന്നാൽ മനുഷ്യരാണ്, പോരായ്മകൾ ഉണ്ടാകും, വീഴ്ചകൾ ഉണ്ടാകും. അതിനുവേണ്ടി എന്താണ്? വസ്തഗ്ഫിറൂ. നമ്മൾ എത്ര പരിശ്രമിച്ചാലും എന്തുണ്ടാകും? പോരായ്മകൾ ഉണ്ടാവും. അത് സംസാരത്തിലാണെങ്കിലും പ്രവർത്തനത്തിലാണെങ്കിലും പെരുമാറ്റത്തിലാണെങ്കിലും ഇബാദത്തിലാണെങ്കിലും അള്ളാഹുവിനുള്ള കടമയിലാണെങ്കിലും നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ കടമയിലാണെങ്കിലും ഒക്കെ വീഴ്ചകൾ ഉണ്ടാകും. ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ ബലഹീനനാണ്, അള്ളാഹ്ക്കറിയാം. ഓരോ കാര്യം പറയുമ്പോൾ അതിനുള്ള പ്രതിവിധിയും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അല്ലെ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, സലാം വിട്ടി എന്താണ് ആദ്യം പറയേണ്ടത്? അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. എന്തിപ്പോ ഭയങ്കര തെറ്റ് ചെയ്തിട്ടാണ് അവിടെ അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നത്? ആണോ? ആ നമസ്കാരത്തിന് ശേഷം പറയാൻ കാരണം എന്താ? ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹുവിന്റെ മുന്നിലാണ് നമ്മൾ നിസ്കരിച്ചത്. ആ അള്ളാഹുവിനുള്ള മുനാജാത്തിൽ, അള്ളാഹുവിനുള്ള സംഭാഷണത്തിൽ, അള്ളാഹുവിനുള്ള പ്രാർത്ഥനയിൽ, അള്ളാഹുവിനുള്ള ഇബാദത്തിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ പോരായ്മ വന്നിട്ടുണ്ടാവും. പ്രത്യേകിച്ച് നമ്മളെ പോലെ സാധാരണക്കാരുടെ നിസ്കാരം പോരായ്മ എന്തായാലും വരും. അവിടെ എന്താണ്? ആ പോരായ്മകളൊക്കെ അള്ളാഹുവിനോട് പൊറുക്കലിൽ തേടുകയാണ്. ഫസ്തഖീമു ഇലൈഹി വസ്തഗ്ഫിറൂ. അങ്ങനെ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണ് അല്ലെ? അത് പല രംഗങ്ങളിലും കാണാൻ സാധിക്കും. സക്കാത്തിന്റെ വിഷയം പറഞ്ഞെടുത്തു, ഹജ്ജിന്റെ വിഷയം പറഞ്ഞെടുത്തു, നോമ്പിന്റെ വിഷയം പറഞ്ഞെടുത്തു ഒക്കെ. നോമ്പ് കഴിഞ്ഞ ഉടനെ ഫിത്ർ സക്കാത്ത്, നോമ്പിലുള്ള പോരായ്മകൾ പരിഹരിക്കും. അറഫ എന്ന മഹാസംഗമം കഴിഞ്ഞിട്ട് മശ്അറുൽ ഹറാമിൽ മുസ്ദലിഫയിലെത്തിയ കൂടുതൽ ഇസ്തിഗ്ഫാർ ചെയ്യാനാണ് പറയുന്നത്. അതുപോലെ ഹജ്ജ് എല്ലാം കഴിഞ്ഞിട്ട് പോരുമ്പോഴും അവിടെയും ഇസ്തിഗ്ഫാർ ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ എന്താണ്? മനുഷ്യരാകുമ്പോ പല പോരായ്മകൾ നമ്മൾ ഉണ്ടാകും. അത് അല്ലാഹുവിനോട് നമ്മൾ എന്ത് ചെയ്യുക? പൊറുക്കലിനെ തേടുക. വവൈലുൽ ലിൽ മുശ്രിക്കീൻ. ബഹുദൈവ ആരാധകർക്ക്, അള്ളാഹു പങ്കു ചേർക്കുന്നവർക്ക് നാശം.
അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ കാരണം ഇത് മുകളിലുള്ള ഒരു സംഭാഷണത്തിന്റെ തുടർച്ച കൂടിയാണ്. കാരണം എന്താ, ഈ നിലയ്ക്ക് കൃത്യമായ ഒരു ഗ്രന്ഥത്തെ കുറിച്ചുള്ള സന്ദേശം നൽകുമ്പോ അത് ഞങ്ങൾക്ക് പറ്റൂല, അത് കേൾക്കാൻ തന്നെ താല്പര്യമില്ല. നിന്റെ ഞങ്ങളുടെ ഇടയിൽ മറയുണ്ട് എന്നൊക്കെ പറയുന്ന രൂപത്തിൽ തിരിഞ്ഞു കളയാണെങ്കിൽ പിന്നെ അവർക്ക് നാശം തന്നെ, അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ചുള്ള താക്കീത്. എന്നിട്ട് അവിടെ പറഞ്ഞൊരു വിശേഷണം വളരെ ശ്രദ്ധിപ്പിക്കുന്നതാണ്. അല്ലദീന ലാ യുഅ്തൂന സക്കാത്ത്. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരാണ്, അള്ളാഹു പങ്കു ചേർക്കുന്നവരാണ്. പക്ഷെ അവിടെ അവർ വിശേഷിപ്പിച്ച ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലദീന ലാ യുഅ്തൂന സക്കാത്ത്. എന്താ പറഞ്ഞേ? സക്കാത്ത് കൊടുക്കാത്തവർ. ആ മുസ്ലിങ്ങൾക്ക് സക്കാത്ത് നിർബന്ധമുണ്ടോ? ആ മുസ്ലിങ്ങൾക്ക് സക്കാത്ത് നിർബന്ധമുണ്ടോ? പ്രഥമ ദൃഷ്ടിയാ നിർബന്ധമില്ല. പിന്നെ ഉസൂൽ ഹദീസില്, ഉസൂൽ ഫിഖ്ഹിൽ ഒരു ചർച്ച ഉള്ളതാണ്, ദീനിന്റെ ഫുറൂഉകൾ ആ മുസ്ലിങ്ങൾ കൽപ്പിക്കപ്പെട്ടവരാണോ, അതിന്റെ ഖിതാബ്, അതിന്റെ അഡ്രസ്സിംഗ് ആ മുസ്ലിങ്ങൾക്ക് ഉണ്ടോ ഇല്ലേ എന്നൊക്കെയുള്ള ചർച്ച ഉണ്ട്. കാരണം എന്താണ് നിങ്ങളെ നരകത്തിൽ പ്രവേശിച്ചതെന്ന് പറഞ്ഞപ്പോ മാ സലകകും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ വകുന്നാ നുകദിബു ബിയൗമിദ്ദീൻ ഹത്താ അതാനൽ യഖീൻ. ഞങ്ങൾ നമസ്കരിക്കാത്തവരായിരുന്നു, പാപങ്ങൾക്ക് ഭക്ഷണം നൽകാത്തവരായിരുന്നു, ഞങ്ങൾ ഇങ്ങനെ അടിച്ചു പൊളിച്ചിങ്ങനെ എന്ത് ചെയ്യാണ്, ആളുകൾ കൂടെ ഇങ്ങനെ ഒരു ഒഴുക്കിന്റെ കൂടെ ഇങ്ങനെ പോകുമായിരുന്നു. ആ ഉറപ്പുള്ള മരണം വന്നതോടുകൂടി പിന്നെ ഞങ്ങളെ എല്ലാ അവസ്ഥയും മാറി. വലിയൊരു ഭൂരിപക്ഷം പണ്ഡിതന്മാർ ഈ ആയത്തിന് തെളിവാക്കിയിട്ട് പറഞ്ഞതാണ്, ഇസ്ലാമിന്റെ ഓരോ കൽപ്പനയും എല്ലാ മനുഷ്യരോടും ഉള്ളതാണ്. അത് മുസ്ലിങ്ങളാണെങ്കിലും അമുസ്ലിങ്ങളാണെങ്കിലും. പക്ഷെ അവര് അത് നേരിട്ട് അഡ്രസ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ഈമാന് ഉണ്ടെങ്കിൽ മാത്രമേ അമല് ശരിയാവുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ ഉപേക്ഷ വരുത്തിയതിന്റെ ശിക്ഷ ഓരോന്നിനും കിട്ടുന്നുള്ളൂ. അപ്പൊ അത് വേറെ ചർച്ചയാണ്. പക്ഷെ സാധാരണ നിലയ്ക്ക് ഇസ്ലാമിലെ ഏതൊരു കർമ്മം പറയുമ്പോൾ അതിന്റെ ശുറൂത്തുകൾ പറയുമ്പോൾ സ്വയം ബുദ്ധിയുള്ള ആളായിരിക്കണം, പ്രായപൂർത്തി ഉള്ള ആളായിരിക്കണം. ഇസ്ലാം ശർത്തായിട്ട് പറയും അല്ലെ, ഒരു അക്കല് ഇസ്ലാം ഒരുപാട് ശബ്ദങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പൊ വിശ്വാസം ഉണ്ടെങ്കിലേ എന്തുകൊണ്ട് കാര്യമുള്ളൂ? അല്ലതിന് ആമനു വാമിനു സ്വാലിഹാത്തല്ലേ, വിശ്വാസം ഉണ്ടെങ്കിൽ അവനോട് കാര്യമുള്ളൂ. പക്ഷെ ഇവിടെ മുശ്രിക്കുകൾക്ക് നാശം എന്ന് പറഞ്ഞിട്ട് നേരെ പറയണത് സക്കാത്ത് കൊടുക്കാത്തവർ. അപ്പൊ സക്കാത്ത് കൊടുക്കാതിരിക്കുക എന്നുള്ളത് മുസ്ലിങ്ങളുടെ സ്വഭാവമാകാൻ പാടില്ല. ആരുടെ സ്വഭാവമാണത്? അത് നിഷേധിക്കുന്ന സ്വഭാവമാണ്. കാരണം അവർ ഈ മുസ്ലിമീങ്ങൾക്ക് തീർച്ചയായും സക്കാത്ത് അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ ധനത്തിൽ പാവപ്പെട്ടവരുടെ അവകാശമാണ്, അതെന്റെ ഔദാര്യമല്ലാതെ മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്യും? പരലോകത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവരെ കൊടുക്കും. അതിനോട് ചേർത്ത് പറഞ്ഞു വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. അവർ പരലോകത്തിന്റെ കാര്യത്തിലാകട്ടെ അവർ തന്നെയാണ് അവിശ്വാസികൾ, അഥവാ പരലോകത്തെ നിഷേധിക്കുന്നതും അവരാകുന്നു എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമായ മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവം തന്നെ ആകാൻ പാടില്ല. എന്ത്? സക്കാത്ത് കൊടുക്കാൻ. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. സക്കാത്ത് കൊടുക്കാതിരിക്കുക എന്നുള്ളത് മുസ്ലിമിന്റെ സ്വഭാവം പാടില്ല. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. മതത്തെ കളവാക്കിയവരെ നീ കണ്ടില്ലയോ? ഫദാലികല്ലദീ യദുഉൽ യതീം വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ. മതത്തെ കളവാക്കിയവരെ നീ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് നേരെ പറഞ്ഞതാണ് അനാഥയെ അടക്കി ഭരിക്കുന്നവൻ, അനാഥയെ അടിച്ചമർത്തുന്നവൻ, യതീമുകളെ, അനാഥകളായ പാവപ്പെട്ട അനാഥ കുട്ടികളെ സംരക്ഷിക്കേണ്ടതിന് പകരം അവരെന്ത് ചെയ്യും? അവരുടെ അവകാശങ്ങൾ പിടിച്ചെടുക്കുക, സ്വത്തിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ നിയമം കൊണ്ട് കളിച്ചിട്ടൊക്കെ അവരെ ഓഹരി വാങ്ങിയെടുക്കുക, അല്ലെങ്കിൽ സ്വന്തം സംരക്ഷണത്തിലോ കുടുംബത്തിലോ ഒരു അനാഥ ഉണ്ടെങ്കിൽ അതിനോട് വിവേചനം ആക്കത. ഞാനും അനാഥയെ സ്വർഗത്തിൽ സ്വർഗത്തിൽ ഇങ്ങനെ ഒരുമിച്ചായിരിക്കും. ഈ രണ്ട് പേരിലിങ്ങനെ കാണിച്ചു, ഞാനും അനാഥ സംരക്ഷകരും ഇങ്ങനെ സ്വർഗത്തിൽ ഉണ്ടാകും. മനസ്സിന് വല്ലാത്ത ടെൻഷൻ, ഒരു കടുപ്പം കൂടി എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? അനാഥ കുട്ടിയുടെ തലയിലൊന്ന് തലോടാനാ പറഞ്ഞു. അത്രയും യതീമുകൾക്ക് സ്ഥാനം കൊടുത്ത മതമാണ്.
മതത്തെ കളവാക്കിയവനെ നീ കണ്ടില്ലയോ എന്ന് പറഞ്ഞിട്ട് നേരെ പറഞ്ഞ വിശേഷണം അനാഥയെ സംരക്ഷിക്കാത്തവൻ, പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന് വേണ്ടി പ്രോത്സാഹനം നൽകാത്തവൻ. ഭക്ഷണം കൊടുക്കാത്തവനല്ല, ഭക്ഷണം കൊടുക്കാത്തവനല്ല പറഞ്ഞത്. അപ്പൊ നമ്മൾ പാവങ്ങൾക്ക് എന്തെങ്കിലും ചില്ലിക്കാശ് കൊടുത്താൽ മാത്രം പോരാ, പാവങ്ങളെ കാര്യത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുകയും വേണം. നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം പറയുമ്പോ അത് പോയി പിരിവാരി ഇങ്ങനെ ലോടത്തും പോകുമ്പോ നമ്മളിപ്പോ എന്തിനാ ആൾക്കാരെ വെറുപ്പിക്കാൻ പോണ്? അതൊരു മോശം പരിപാടിയായിട്ട് കാണും. അതായത് നല്ല ദീനീ അറിവും സാഹചര്യമൊക്കെ ഉള്ള ആളുകൾ നമ്മളൊക്കെ ഇടയുള്ള സംസാരമാണ്. നാട്ടിലൊരു കുടുംബത്തിന്റെ ഒരു പ്രശ്നം, അതായത് നമ്മളെ കുടുംബത്തിലെ ഒരു വിഷയം, ഒരു പാവപ്പെട്ട ഒരാളുടെ ഒരു വിഷയം പറയുമ്പോൾ നമുക്ക് വേഗം മനസ്സിലൊരു മുഷ്പ എന്താണ്, അതിനിപ്പോ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിട്ട് ആളുകൾ ഒരു പിരിവുകാരൻ, അതിലൊരു 2ാം നമ്പർ ഏർപ്പാടായിട്ട് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രോത്സാഹിപ്പിക്കുക, അങ്ങനെയുള്ള റിലീഫ് പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുക എന്നുള്ളത് മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ്. നിഷേധികൾക്ക് അതില്ല എന്ന് പറയുന്നത്. കാരണം അവർക്കൊന്നും പ്രതീക്ഷിക്കാനില്ല. വളരെ ഒറ്റപ്പെട്ട എന്നൊരു എക്സെപ്ഷണൽ കേസുകളുണ്ടാവും, അത് ഒരു പാഷനായിട്ട് കൊടുത്ത് ചെയ്യുന്ന ആളുകളുണ്ടാവും. അല്ലാത്ത നിലക്ക് പൊതുവായിട്ട് എടുക്കുകയാണെങ്കിൽ വിശ്വാസികളിലാണ് ഈ സ്വഭാവം കൂടുതൽ ഉണ്ടാവേണ്ടത്. കാരണം അവരാണ് ആഖിറത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, അവരാണ് അള്ളാഹുവിന്റെ പ്രതിഫലം കാക്ഷിക്കുന്ന ആളുകൾ. ഇവിടെ മറ്റൊരു വിഷയം എന്താണ്, ഈ ആയത്ത് അവതരിക്കുന്നത് എവിടെയാണ്? മക്കത്താണോ മദീനത്താണോ? സൂറത്ത് ഫുസ്സിലത്ത് മക്കി സൂറത്തല്ലേ അല്ലെ? ഈ ആയത്ത് ഇറങ്ങിയത് മക്കത്തിനാണ്. സക്കാത്ത് നിർബന്ധമായത് കൊടുത്താ മദീനയിലെത്തി ഹിജ്റ 2ാം വർഷമാണ്. അപ്പൊ എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? 2 നിലക്ക് അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഒന്ന് ഇവിടെ പറഞ്ഞെന്താണ്, സക്കാത്ത് എന്ന് പറഞ്ഞാൽ അത് വെറും നിർബന്ധ. ഇന്ന് അഥവാ ഇസ്ലാമിന്റെ പൂർത്തീകരണത്തിന് ശേഷം നമ്മൾ മനസ്സിലാക്കുന്ന 590 ഗ്രാം വെള്ളിയുടെ മൂല്യം ഉണ്ടെങ്കിൽ അതിന്റെ 2% കറൻസിയുടെ സക്കാത്ത് അല്ലെ, നനച്ചുണ്ടാക്കുന്നതാണെങ്കിൽ 5-1, 10-1, നനക്കാതുണ്ടാക്കുന്നതാണെങ്കിൽ 5-1 എന്നൊക്കെയുള്ള അങ്ങനത്തെ കണക്കുകളൊക്കെ ഉണ്ടല്ലോ. ആടിനെത്ര, കൃഷിയുടെ സക്കാത്ത് ഇങ്ങനെ, സ്വർണത്തിന്റെ സക്കാത്ത് 85 ഗ്രാം കൂടുതലുണ്ടെങ്കിൽ മൊത്തത്തിൽ അതിന് 2%. അങ്ങനെ ഒരു കണക്കും നിസാമും ഹൗലും ഒക്കെ വെച്ചിട്ടുള്ള സക്കാത്തിനെ കുറിച്ചല്ല പറയുന്നത്. നേരെ മറിച്ച് പൊതുവായ എന്ത് ചെയ്യൂല, ഒരു സക്കി എന്ന് പറഞ്ഞാൽ പരിശുദ്ധിപ്പെടുത്താണ്. ഫിത്ർ സക്കാത്ത് അതെന്താണ്, നമ്മുടെ നോമ്പിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ ഉണ്ടെങ്കിൽ തുഅ്മത്തുൻ ലിൽ മസാകീൻ വ തുഹറത്തുൻ ലിസ്വായിമീൻ പറഞ്ഞു. നോമ്പുകാരുടെ വീഴ്ചകൾക്ക് എന്ത് ചെയ്യും? പരിശുദ്ധിപ്പെടുത്തും. പാവങ്ങൾക്ക് ആ സന്തോഷ ദിവസം ഭക്ഷണം ഉണ്ടാവാതാവാനും പാടില്ല. അങ്ങനെ പൊതുവായി പറഞ്ഞതാണ്. വേറൊരു അഭിപ്രായം എന്താണ്, മക്കയിൽ നിന്ന് തന്നെ കൃഷിയുടെ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു കൃഷി കഴിഞ്ഞിട്ട് ഇങ്ങനെ വിളവെടുക്കുമ്പോ പാവങ്ങൾക്ക് അതിൽ നിന്നൊരു ഓഹരി കൊടുക്കണം, അവരുടെ അവകാശങ്ങൾ കൊടുക്കണം. കൃഷിയുടെ മിക്കതിന്റെയും സക്കാത്ത് ആ നിലക്കാണ് പറയുന്നത്. അതിനെ കുറിച്ചാണ് എന്നും ഒരഭിപ്രായമുണ്ട് അല്ലെ. സൂറത്ത് കലമിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ഒരു തോട്ടക്കാരൻ, അയാൾ വളരെ ധർമ്മിഷ്ഠനായ മനുഷ്യനായിരുന്നു. ആ മനുഷ്യൻ എന്ത് വിളവെടുത്താലും അവിടെ വന്ന എല്ലാ പാവങ്ങൾക്കും എന്ത് ചെയ്യും? അതിന് എന്തെങ്കിലും ഒന്ന് കൊടുക്കും. സന്തോഷമായിട്ട് അവരെ പറഞ്ഞേക്കും. വാപ്പ മരിച്ചു, മക്കൾക്ക് ആ തോട്ടം അനന്തരമായി കിട്ടി. അന്ന് വിളവെടുപ്പിന്റെ സമയമായപ്പോ ആ വർഷം മക്കളെല്ലാവരും കൂടി ഒരു യോഗം കൂടി. എന്താണ്, സുബഹിക്ക് ശേഷമാണ് സാധാരണ വാപ്പ എന്തെയ്യല് വിളവെടുപ്പ് നടത്താറ്. അപ്പൊ ആ സമയം അറിയുന്നതുകൊണ്ട് ആ നാട്ടിലെ പാവപ്പെട്ടവർക്ക് എന്ത് ചെയ്യും? ആ വാപ്പാന്റെ ആ ഒരു പതിവ് മക്കളും നൽകുമെന്നുള്ള നിലക്ക് ആ തോട്ടത്തിലേക്ക് വരും. അപ്പൊ അവർക്കും കൊടുക്കേണ്ടി വരും. അപ്പൊ അവരെന്ത് തീരുമാനമെടുത്തു? അതിരാവിലെ ഫജ്റിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? പോയിട്ട് ആ തോട്ടത്തിലെ മുഴുവൻ പഴങ്ങളും പറിച്ചു കൊണ്ടുവരണം. എന്നാൽ നമുക്ക് പാവങ്ങൾക്ക് കൊടുക്കാതെ രക്ഷപ്പെടാം
എന്ന് രാത്രിയിൽ അവർ തീരുമാനമെടുത്ത് കിടന്നുറങ്ങി. എന്താ സംഭവിച്ചത്? فطاف عليها طائف من ربك وهم نائمون فأصبحت كالصريم. അവരിങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ചുറ്റിപ്പൊതിഞ്ഞ ഒരു തീക്കാറ്റ് അതിനെ പിടിച്ചു. അവർ രാത്രി തീരുമാനമെടുത്തെന്തായിരുന്നു? പാപ്പ കൊടുത്ത മാതിരി പാവങ്ങൾക്കൊന്നും കൊടുക്കാൻ നമുക്ക് പറ്റൂല, അതുകൊണ്ട് അതിരാവിലെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പഴങ്ങളൊക്കെ പറിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ഉറപ്പിച്ച് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു തീരുമാനമെടുത്ത് കിടന്നുറങ്ങി. അവര് മുമിനിയങ്ങളാണ്. ആ മുമിനിയങ്ങളാണെന്ന് ആ കഥയുടെ അവസാനത്തിൽ അവിടെ പ്രാർത്ഥന കണ്ടറിയാം. നിഷേധികളൊന്നുമല്ല, വിശ്വാസികൾക്കുണ്ടായ സംഭവമാണ്. നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ട നിഷേധികൾക്ക് മാത്രം ശിക്ഷ ഉണ്ടാവുള്ളൂ അല്ലെ? അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കോപമുണ്ടാക്കുന്ന ചില അഹങ്കാരത്തിന്റെ സംസാരം നടത്തിയ അള്ളാഹിന്റെ ശിക്ഷ നമുക്ക് പിടികൂടും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാണ്. അള്ളാഹു അതിനെ അങ്ങോട്ട് തരിശാക്കി മാറ്റി. എന്താണ് അവര് അതിരാവിലെ പറഞ്ഞു, നമുക്ക് എന്താ വിളവെടുക്കാൻ പോവല്ലേ, തോട്ടത്തിലേക്ക് പോവല്ലേ? മെല്ലെ എന്ത് ചെയ്തു? ഒച്ചുണ്ടാക്കാതെ പതുങ്ങി 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 തോട്ടത്തിലേക്ക് പോയി. അവിടെ എത്തിയപ്പോ അവര് പറഞ്ഞു, നമ്മൾക്ക് വഴി തെറ്റിയോ? നമ്മളെ തോട്ടല്ലേ ഇത്? തലേ ദിവസം കണ്ട തോട്ടമല്ല. അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങി, തീക്കാറ്റിറങ്ങി, അതിൽ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു. അവര് പറഞ്ഞു, നമുക്ക് വഴി തെറ്റിയതാണോ? ഉടനെ അവർ തിരുത്തി, അല്ല, അള്ളാഹു നമ്മൾ ഇത് തടഞ്ഞു കളഞ്ഞതാണ്. അതിലൊരു മധ്യമ നിലപാടുകാരനെ ഒരു ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞ അപ്പളേ പറഞ്ഞതല്ലേ, അങ്ങനെയുള്ള നിലപാട് നിങ്ങൾ എടുക്കണ്ട, അള്ളാഹിനെ ഓർത്തോളി ഞാൻ പറഞ്ഞതല്ലേ. അവര് പരസ്പരം അവരിങ്ങനെ കുറ്റം പറയാൻ തുടങ്ങി. പിന്നെ അവര് പറഞ്ഞത്, ഇന്നാ ഇലാ റബ്ബിനാ ലറാഗിബൂൻ, നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങുക, വേറെ വഴിയൊന്നുമില്ല, അള്ളാഹിന്റെ ശിക്ഷയാണ്. അള്ളാഹ് ചിലപ്പോ നമുക്ക് പകരം വേറെ തന്നേക്കാം. എന്നിട്ട് അവരവിടെ എന്ത് ചെയ്യാൻ? തൗബ ചെയ്യാം. അസാ റബ്ബുന അയ്യുബ്ദിലനാ ഖൈറൻ മിൻഹാ ഇന്നാ ഇലാ റബ്ബിനാ റാഗിബൂൻ. അപ്പൊ ആ പറഞ്ഞത് മനസ്സിലായി? അവർ വിശ്വാസികളാണെന്ന് മനസ്സിലായി അല്ലേ? വിശ്വാസികൾക്ക് ഇറങ്ങിയ ശിക്ഷയാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ചില പ്രഖ്യാപനങ്ങൾ, ചില അഹങ്കാരത്തിന്റെ സംസാരങ്ങൾ, ഒരു മനുഷ്യനെ ഒരു ദുർബല നിമിഷത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തു, അള്ളാഹ് സംഭവിച്ചു പോയി, അള്ളാഹ് പുറത്തു കൊടുക്കും. പക്ഷെ അഹങ്കാരത്തോടു കൂടിയുള്ള ചില സംസാരങ്ങൾ എന്ത് വിളിച്ചു വരുത്തും? അള്ളാഹിന്റെ കഠിനമായ ശിക്ഷ വിളിച്ചു വരുത്തും. ആ തോട്ടത്തെ അള്ളാഹ് കരിച്ചു കളഞ്ഞു. അപ്പൊ നമ്മൾ കാണുന്നുണ്ട് പല ശിക്ഷകളും ഇറങ്ങുന്നത്. അള്ളാഹു അവിടെയുള്ള പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കുമാറാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. അവിടെ പാവപ്പെട്ട ആളുകൾ ഉണ്ടാവും അല്ലെ? പക്ഷെ അവര് പറഞ്ഞ ലോസ് ആഞ്ചലസ് എന്ന ആ ഒരു നാട്ടിൽ എന്തൊക്കെ വളരെ അധാർമികൾ നടപാടിയിരുന്ന സ്ഥലമായിരുന്നു. ഈ സംഭവം നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് അവിടെ നടന്നൊരു അവാർഡിംഗ് പരിപാടിയുടെ വീഡിയോ നെറ്റിലൊക്കെ കാണും. അവിടെയുള്ള വലിയൊരു സെലിബ്രിറ്റി പറഞ്ഞാണ്, ദിസ് ഈസ് എ ഗോഡ്ലെസ് സിറ്റി, ഇത് ദൈവമില്ലാത്ത സിറ്റിയാണ്. ഈ സംഭവത്തിന് ഒരാഴ്ച മുമ്പ് അത്രത്തോളം അവർ അഹങ്കരിച്ചു. പക്ഷേ പിന്നീട് നിലവിളികൾ നമ്മൾ കേൾക്കുന്നില്ലേ? ദൈവമേ രക്ഷിക്കുന്ന നിലവിളികൾ നമ്മൾ കേൾക്കുന്നു, നമ്മളതിന് സന്തോഷിക്കുന്നില്ല. പക്ഷെ മനുഷ്യൻ അത്ര ദുർബലനാണ്. നമ്മൾ അഹങ്കരിക്കാൻ ഒന്നും നമ്മുടെ കയ്യിലില്ല എന്ന് ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജി ഉള്ള, ഫയർ ഫൈറ്റേഴ്സ് ഉള്ള, എല്ലാവിധ ആധുനിക സംവിധാനങ്ങളുള്ള അവർക്ക് 30% ഇപ്പോഴും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതേ സംഗതിയാണ് ഈ തോട്ടക്കാർക്ക് സംഭവിച്ചത്. അതിന്റെ ഒരു ചെറിയ രൂപം. അവര് മുസ്ലിമീങ്ങളായിരുന്നു. അവരാകെ ചെയ്ത തെറ്റെന്താണ്? വാപ്പ സാധാരണ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ആ പഴങ്ങള് ഞങ്ങൾ കൊടുക്കൂല, അവരെ സ്വത്താണ്, അവരുടെ തോട്ടമാണ്, മോശം നടത്തിയൊന്നുമല്ല, അവരധ്വാനിച്ചുണ്ടാക്കിയ തോട്ടാണ്. പക്ഷേ അള്ളാഹ്ക്ക് ആ തീരുമാനം ഇഷ്ടമില്ല. ഞങ്ങൾ നാളെ അതിരാവിലെ പോയിട്ട് കൊയ്തെടുക്കും, പഴങ്ങൾ പാവപ്പെട്ടവർക്ക് കൊടുക്കൂല, ആരും കാണാതെ മെല്ലെ പോയിട്ട് നമുക്ക് പഴങ്ങൾ പറിച്ചു കൊണ്ടുവരാം
എന്ന തീരുമാനമെടുത്ത് കിടന്നുറങ്ങിയ ആളുകളുടെ തോട്ടത്തെ അല്ലാഹു കരിച്ചു കളഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും അള്ളാഹുവിന്റെ ശിക്ഷയെ നമ്മൾ ഭയപ്പെടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കാറ്റിങ്ങനെ ശക്തമായിട്ട് വീശുമ്പോഴേക്ക് അവിടുന്ന് പേടിണ്ടായിരുന്നു. പ്രാർത്ഥിക്കും, വീട്ടിലേക്കായാലും പുറത്തേക്ക് ഇറങ്ങും, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. നമ്മള് എവിടെയെങ്കിലും ശിക്ഷ ഇറങ്ങുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ കാണുന്നു, നമ്മൾ അതിൽ നിന്നൊക്കെ സുരക്ഷിതരാണെന്ന് വിചാരിക്കേണ്ടതില്ല. നമ്മുടെയൊക്കെ ഇടയിലുള്ള നമ്മുടെയൊക്കെ സമുദായത്തിലുള്ള ശിർക്കും കുഫറും വ്യഭിചാരവും പലിശയും കൊള്ളലാഭങ്ങളും വഞ്ചനയും ഇതിനൊക്കെ അള്ളാഹു പിടികൂടുകയാണെങ്കിൽ എന്നോ അള്ളാഹിനെ അതാപോല നമ്മൾ അർഹരാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ കൂടുതൽ വിനയാന്വിതരാകാനാണ് ഇത്തരം സംഭവങ്ങൾ നമ്മൾ പഠിപ്പിക്കേണ്ടത്. അല്ലെ, ഗോഡ്ലെസ് സിറ്റി, ദൈവമില്ലാത്തതാണ്, എല്ലാം നമുക്കുണ്ടെന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് അഭയാർത്ഥികളെ പോലെ ലോകത്തിന്റെ ഓരോ രാജ്യങ്ങളും അഭയാർത്ഥികളാക്കി മാറ്റിയിരുന്ന ആ വലിയ രാജ്യത്തെ ആളുകളിൽ നിന്ന് ഒരു വലിയൊരു വിഭാഗം അഭയാർത്ഥി ക്യാമ്പിലാണ്. അള്ളാഹ്ക്കത്രയുള്ളൂ. അള്ളാഹുവിന് ഒന്നും പ്രയാസമുള്ള കാര്യമില്ല. നമ്മളെപ്പോഴും അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ചുള്ള പേടി, അതോടൊപ്പം റഹ്മത്തിനെ കുറിച്ചുള്ള പ്രതീക്ഷ. ആ നശിപ്പിക്കപ്പെട്ട തോട്ടക്കാർ വിശ്വാസികളായിരുന്നത് നമ്മളെപ്പോഴും ഓർക്കണം. കാഫിറുകൾക്ക് മാത്രമല്ല അതാ പറഞ്ഞ, വിശ്വാസികൾക്കും അതാ പറഞ്ഞു. നമ്മളെപ്പോഴും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, തൗബ ചെയ്യുക, നന്മ കൽപ്പിക്കുക. പ്രത്യേകിച്ച് സമുദായത്തിൽ ഇങ്ങനെ അധാർമികതകൾ നിറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ്, അനഹ്ലകു വഫീന സ്വാലിഹൂൻ യാ റസൂലല്ലാഹ്, നല്ല ആളുകളിലൊപ്പം നശിപ്പിക്കപ്പെടുമോ? നഅം ഇദാ കസുറൽ ഖബസ്. അധാർമികത വ്യാപകമായാൽ അള്ളാഹു നശിപ്പിച്ചു കളയും. അതുപോലെ നന്മ കൽപ്പിക്കുക, തിന്മ വിലക്കുക, ആ ഒരു സ്വഭാവം ഇല്ലാതെയായാൽ അള്ളാഹുവിന്റെ ശിക്ഷ വരും. ഇപ്പൊ എല്ലാവർക്കും എന്റെ പ്രൈവസി, എന്റെ ചോയ്സ്, എനിക്കെന്തു ആകാം. അപ്പൊ ഒരാളോട് എന്നെ പറയുമ്പോൾ അത് അവന്റെ പ്രൈവസിയിൽ എന്തിനാ കൈ കടത്തുന്നത്? ഇതൊരു കപ്പൽ പോലെയാണ് ഈ സമൂഹം. ഒരു ഉമ്മത്ത് എന്ന് പറയുന്നത് എന്താണ്? അത് ഉമ്മത്തു ദഅവയാണെങ്കിലും ഉമ്മത്തുൽ ഇജാബയാണെങ്കിലും, അഥവാ ദഅവത്തിന് ഉത്തരം നൽകിയ മുഅ്മിനീങ്ങളാണെങ്കിലും പ്രബോധിത സമുദായമാണെങ്കിലും നമ്മൾ ഒരു ഉമ്മത്താണ്. ആ ഒരു ഉമ്മത്ത് ഒരു കപ്പൽ പോലെയാണ്. ആ കപ്പലിന് ആരെങ്കിലും ഓട്ടം തുറക്കുമ്പോ അങ്ങനെ അരുത് എന്ന് പറഞ്ഞിട്ട് അവരെ കൈപിടിച്ചില്ല എങ്കിൽ നമ്മളെല്ലാവരും മുങ്ങിപ്പോകും എന്നുള്ളതിന് തെളിവാണ് അള്ളാഹുവിന്റെ നടപടികൾ. അത് മുൻകാലത്തുണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെ മുന്നിൽ ഇതുപോലെ കാണുന്ന അനുഭവങ്ങളുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇവിടെ മുശ്രിക്കുകളുടെ ഒരു സ്വഭാവമായിക്കൊണ്ടാണ് അല്ലദീന ലാ യുഅ്തൂന സകാത്ത വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. മക്ക കാലഘട്ടത്തിൽ അവതരിച്ച ആയത്താണെങ്കിലും അതിന് രണ്ട് വ്യാഖ്യാനങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്നുകിൽ പൊതുവായ പാവങ്ങളെ സഹായിക്കാത്ത, ധർമ്മം നൽകാത്ത ആളുകൾ എന്ന അർത്ഥത്തിൽ, അല്ല എങ്കിൽ എന്താണ്, അന്ന് തന്നെ മക്കയിൽ തന്നെ അവതരിച്ച മറ്റൊരു ആയത്താണ് വാദു ഹഖഹു യൗമ ഹസ്വാദിഹി. വിളവെടുക്കുന്ന സമയത്ത് പാവങ്ങൾക്ക് ഒരു ഓഹരി കൊടുക്കണം. മുമ്പ് പ്രായമുള്ള ആളുകളൊക്കെ അല്ലെ, വല്യമാരൊക്കെ പറയും അല്ലെ, എന്തെങ്കിലും ഒരു പഴങ്ങൾ പറിച്ചു കൊണ്ടുവന്നാൽ, ഒരു വിളവെടുപ്പ് നടന്നാൽ പാവങ്ങൾക്ക് കുറച്ച് ഓഹരി ഇങ്ങനെ കൊടുത്തേക്കും. അതൊക്കെ അവര് അന്ന് കേട്ടറിവിൽ പഠിച്ച് അമല് ചെയ്തു പോകുന്നതാണ്. പക്ഷെ അതിലൊക്കെ വലിയ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ ചിലപ്പോ ആ ചെറിയ അല്ലെ, ഒരു അള്ളാഹു പറഞ്ഞല്ലോ, ഒരു ഉമ്മയും രണ്ട് കുട്ടികളും വന്നു, ഒരു കാരക്ക കഴിച്ചു, 3 കാരക്ക കൊടുത്തു, ഒരു കാരക്ക 2 കുട്ടികൾക്കും ഓരോ കാരക്ക വീതം കൊടുത്തു. അവസാനം അവര് കഴിക്കാൻ നിൽക്കുമ്പോഴാണ് ആ 2 കുട്ടികളും എന്ത് ചെയ്തത്, വീണ്ടും കൈ കാണിച്ചു. അപ്പൊ മൂന്നാമത്തെ കാരക്ക എന്ത് ചെയ്തു, അതിങ്ങനെ 2 പീസാക്കിയിട്ട് ഒന്ന് മറ്റേ കുട്ടിക്കും ഒന്ന് ഈ കുട്ടിക്കും കൊടുത്തു. അതിനുശേഷം പറഞ്ഞു, ആ കാരക്ക ചീള് കൊണ്ട് അവൻ അല്ലാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, ഒരു കാരക്ക ചീള് കൊണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നരകത്തെ നിങ്ങൾ സൂക്ഷിക്കുക. അപ്പൊ ആ തോട്ടക്കാരെടുത്ത തീരുമാനം, അവരുടെ തോട്ടമാണ്, അവരുടെ വാപ്പാന്റെ അവർക്ക് അനന്തരമായിട്ട് കിട്ടിയതാണ്, അവരധ്വാനിച്ച് കൃഷി ചെയ്ത് ഉണ്ടാക്കിയ തോട്ടമാണ്, അതിലെ പഴങ്ങൾ അവരുടേതാണ്. പക്ഷെ വാപ്പ കൊടുത്തതുപോലെ ഞങ്ങൾ കൊടുക്കൂല എന്ന് തീരുമാനം എടുത്തപ്പോഴേക്ക് അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങി. നാം അത് സൂക്ഷിക്കുക. അല്ലദീന ലാ യുഅ്തൂന സകാത്ത വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ.
സക്കാത്ത് കൊടുക്കാത്തവർ, പരലോക വിശ്വാസമില്ലാത്തവർ, പരലോകത്തെ നിഷേധിക്കുന്നതൊക്കെ അത്തരക്കാരുടെ സ്വഭാവമാണ്. നാം വിശ്വാസികൾ എപ്പോഴും പരലോകത്തിൽ വിശ്വാസമുള്ളവരും അള്ളാഹുവിനെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് പാവങ്ങളെ സഹായിക്കുന്നവരുമാണെന്ന് കൂടി ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നതോടൊപ്പം അള്ളാഹുവിന്റെ ശിക്ഷകൾ വരാതിരിക്കാനുള്ള, അള്ളാഹുവിന്റെ റഹ്മത്ത് നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ നിരതരാവുക. അള്ളാഹു എല്ലാതരം കോപശാപങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റഹ്മത്തിൽ, വിശാലമായ റഹ്മത്തിൽ നമ്മെ എല്ലാവരും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. മുഹമ്മദിൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.